നമസ്കാരം. ഇത് ഒറാക്കിൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ഒറാക്കിൾ റീസെൻ്റ്ലി ഒറാക്കിൾ മൾട്ടി ക്ലൗഡ് അറ്റ് AWS അതാണ് ആ ഫീച്ചറിൻ്റെ പേര്. ആ ഒരു ഫീച്ചർ റീസെൻ്റ്ലി ജൂണിൽ റിലീസ് ചെയ്യുകയുണ്ടായി. ഈ ഫീച്ചർ ആക്ച്വലി ഫസ്റ്റ് അനൗൺസ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒറാക്കിൾ ക്ലൗഡ് വേൾഡ് ഇവൻറ്റിലാണ് ഇത് അനൗൺസ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷം അഷ്വറിൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഉണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ 2 മാസം മുന്നേ ജൂണിലാണിത് AWSൽ അവൈലബിൾ ആയി തുടങ്ങിയത്. AWS കസ്റ്റമേഴ്സിന് ഒറാക്കിൾ ഡേറ്റാബേസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ കസ്റ്റമേഴ്സിന് AWS സർവീസസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലും ഉള്ളവർക്ക് മാക്സിമം ലോ ലേറ്റൻസി പെർഫോമൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ പറഞ്ഞ ഒറാക്കിൾ മൾട്ടി ക്ലൗഡ്. പ്രീവിയസ്ലി ഇതുപോലെയുള്ള സർവീസസ് തമ്മിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ 2-3 അപ്രോച്ചസ് ഉണ്ടായിരുന്നു. ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഒറാക്കിൾ ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാം. അത് AWSൽ വേണമെന്നുണ്ടെങ്കിൽ AWSലെ RDS എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. ഒറാക്കിൾ പ്രൈമറിലി ഡേറ്റാബേസ് ആണ്. സോ ഈ പറഞ്ഞ പോലെ RDS സർവീസിൽ RDS എന്ന് പറയുമ്പം AWSൻ്റെ റിലേഷണൽ ഡേറ്റാബേസ് സർവീസാണ്. മാത്രമല്ല അതൊരു മൾട്ടി മോഡൽ സർവീസാണ്. അതായത് ഏത് വെർഷൻസ് ഓഫ് ഡേറ്റാബേസ് വേണമെങ്കിലും അതിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഏത് പ്രൊവൈഡറിൽ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് SQL സർവർ, മൈക്രോസോഫ്റ്റിൻ്റെ SQL സർവർ ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒറാക്കിൾ ചൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ MySQL ചൂസ് ചെയ്യാം, PostgreSQL ചൂസ് ചെയ്യാം. ഇത്തരം പ്രൊവൈഡേഴ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെർഷൻസും ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ RDSൽ മുഖേന നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് ആപ്ലിക്കേഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു അപ്രോച്ചായിരുന്നു മുമ്പുണ്ടായിരുന്നത്. മുമ്പുണ്ടായിരുന്ന പല അപ്രോച്ചസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒറാക്കിൾ മൾട്ടി ക്ലൗഡ് ഫീച്ചറിലേക്ക് പോകാം. പിന്നെ സെക്കൻഡുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ളവർക്ക്. അതായത് ഒറാക്കിൾ ഡേറ്റാബേസിൽ തന്നെ കുറച്ചുകൂടെ ഫുൾ ഫ്ലെക്സിബിലിറ്റി, പെർഫോമൻസ് ട്യൂണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ EC2, അതായത് ഒരു വിർച്വൽ മെഷീൻ ഈ പറഞ്ഞ AWSൽ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് EC2 എന്ന് പറയുന്നത്. അതിനകത്ത് ഈ EC2വിനകത്ത് ഒരു ഒറാക്കിൾ ഇൻസ്റ്റാൾ ചെയ്യും. ഒറാക്കിൾ മാത്രമല്ല, എന്ത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതുപോലെ ഒറാക്കിളും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. സോ മാക്സിമം ഫ്ലെക്സിബിലിറ്റി കിട്ടും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ ഈ അപ്രോച്ച് ആക്ച്വലി ഒരു കോസ്റ്റ് എഫക്റ്റീവ് മോഡലല്ല. കാരണം ഇവിടെ 2 കോസ്റ്റ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഒന്ന് ഈ EC2 മാനേജ് ചെയ്യണം. സെക്കൻഡ്ലി ഈ പറഞ്ഞ പോലെ ഒറാക്കിളിൻ്റെ ആ ലൈസൻസിങ് കോസ്റ്റ് 2ഉം കൂടി വരുന്നുണ്ട്. ഈ 2ഉം കൂടി വരുന്നതുകൊണ്ട് ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മോഡലല്ല, ബട്ട് സ്റ്റിൽ മോർ ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ. അതായത് കൂടുതൽ കൺട്രോൾ ഈ പറഞ്ഞ ഡേറ്റാബേസിൻ്റെ പെർഫോമൻസിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്പെസിഫിക് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് കൂടി വേണം എന്നുള്ള കേസസൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഈ പറഞ്ഞ ഒരു മോഡൽ ചൂസ് ചെയ്യുന്നത്. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് EC2. അതുകൊണ്ട് അത് അത്ര ഒരു റെക്കമെൻഡബിൾ അല്ല ആക്ച്വലി, അൺലെസ് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ്, അതായത് RDSനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മാനേജ്ഡ് സർവീസാണ്. അതായത് അതിൽ മെജോറിറ്റി ഓഫ് കാര്യങ്ങളും AWS തന്നെ മാനേജ് ചെയ്യും. AWS തന്നെ ഈ പറഞ്ഞ പോലെ RDS ഒറാക്കിളിൻ്റെ പാച്ചിങ്, പുതിയ വെർഷൻസ് അവൈലബിൾ ആക്കുക, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും. പക്ഷേ സെക്യൂരിറ്റി വരുമ്പോൾ 2 പേർക്ക് ഈക്വൽ റോളാണ്. കസ്റ്റമേഴ്സിനും AWSനും ഈക്വൽ റോളാണ്. AWS ഈ പറഞ്ഞ പോലെ പുതിയ സോഫ്റ്റ്വെയർസ് പാച്ച് ചെയ്യും. ഈ പറഞ്ഞ പോലെ ആക്സസ് പെർമിഷൻസ്, റെസ്ട്രിക്ഷൻസ് അതൊക്കെ ഏർപ്പെടുത്തേണ്ടത് അതിൻ്റെ ഫുള്ള് ഒരു. സോ ഈ തരത്തിലുള്ള 2 അപ്രോച്ചസാണ് ട്രഡീഷണലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു അപ്രോച്ച് കൂടെയുണ്ട്. അതായത് ഒറാക്കിൾ കസ്റ്റമേഴ്സ് ഒറാക്കിളിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു, AWSലും എടുക്കുന്നു. എന്നിട്ട് ഇത് 2ഉം തമ്മിലൊരു കൈൻഡ് ഓഫ് ഒരു ഇൻ്റർ കണക്ഷൻ, ഒരു ഹൈ പ്രൈവറ്റ് ലിങ്ക് വഴി കണക്ട് ചെയ്യുന്നു. പക്ഷെ അതൊരു കോസ്റ്റ്ലി ഒരു അപ്രോച്ചാണ്. അതും ഒരു അപ്രോച്ചായിരുന്നു. അപ്പോൾ ഇപ്പം ഇനി പറയാൻ പോകുന്ന പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ളൊരു സർവീസാണ്. അതായത്
അത് പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് ഒറാക്കിളിൻ്റെ തന്നെ ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ടെക്നോളജി, അതായത് എക്സാഡാറ്റ എന്ന് പറയും. അത് അവരുടെ ഒരു സ്പെസിഫിക് ഹാർഡ്വെയറും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഒക്കെ ഉള്ള ഒരു അപ്രോച്ചാണ്. അത് ഫിസിക്കലി, അതൊരു ഫിസിക്കലായിട്ട് അത് അവർ AWS ഡേറ്റാ സെൻറ്റേഴ്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് AWS സർവീസസുമായിട്ടുള്ള കണക്ഷൻസൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ലൈൻസ് വഴി കണക്ട് ചെയ്യുന്നു. സോ ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ്. എല്ലാവർക്കും വരുന്ന ഒരു മേജർ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ എന്നാണ്. അതായത് ഈ ഒറാക്കിൾ ഡേറ്റാ സെൻറ്ററും AWSഉം തമ്മിലുള്ള ഒരു ഹൈ സ്പീഡ് കണക്ഷൻ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒറാക്കിളിൻ്റെ എക്സാഡേറ്റ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊപ്രൈറ്ററി ടെക്നോളജി, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ സിസ്റ്റം, ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അത് രണ്ടും ആക്ച്വലി പറഞ്ഞ പോലെ ഒറാക്കിൾ AWSൻ്റെ ഡെഡിക്കേറ്റഡ് ഒരു റെൻ്റ് എടുക്കുന്ന പോലെയാണ്. അവരുടെ ഒരു ഡേറ്റാ സെൻറ്റേഴ്സിനകത്ത് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് കിട്ടുക എന്ന് പറയുന്നത് ലോ ലേറ്റൻസി സ്പീഡിൽ ഈ സർവീസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ പ്രൈമറിലി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് ആക്ച്വലി ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും അപ്പോൾ ക്ലൗഡ് കമ്മ്യൂണിറ്റി പ്രൊഫൈലിലും AWS കമ്മ്യൂണിറ്റി പ്രൊഫൈലിലും ഇംഗ്ലീഷിലാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ പോയാൽ അറിയാൻ പറ്റും. കൂടാതെ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസും ഇതിലുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ ഇപ്പോൾ RDSO അല്ലെങ്കിൽ EC2 മെഷീൻ അതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യം AWS കോൺസോളിൽ പോയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യും. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറാക്കിൾ OCI കൺസോളിൽ നിന്നാണ്. അതായത് cloud.oracle.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഒറാക്കിൾ ക്രെഡൻഷ്യൽസ് വച്ച് സൈൻ ഇൻ ചെയ്യണം. ഒറാക്കിൾ ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒറാക്കിൾ ഒരു ക്രെഡൻഷ്യൽസ് എടുക്കണം, cloud.oracle.com. പഠിക്കുന്നവർക്കാണെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാം, ഒരു അക്കൗണ്ട് എടുക്കാം. എത്ര ദിവസത്തേക്ക് ഫ്രീ അക്കൗണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് ചാർജ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. വൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ വൺസ് അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒറാക്കിൾ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒറാക്കിൾ OCI കൺസോളിൽ നിന്നാണ്. അവിടെ നമ്മൾ നമ്മുടെ ആ റീജിയൻ ചൂസ് ചെയ്യണം. പിന്നെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടത് അവിടെ OCI കൺസോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ ഈ ഒരു സ്പെസിഫിക് ഫീച്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. ഒറാക്കിൾ ഡേറ്റാബേസ് അറ്റ് AWS എന്ന് പറയുന്ന സ്പെസിഫിക് ഫീച്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിക്ക് കൊടുത്ത് ക്രിയേറ്റ് ഡേറ്റാബേസ് അറ്റ് AWS എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ കൊടുക്കുക. സോ ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ AWS അക്കൗണ്ട് ID ഈ സർവീസ് ചോദിക്കും. സോ അവിടെയാണ് ഇതിൻ്റെ ഒരു തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ വരുന്നത്. ഈ പറഞ്ഞ പോലെ AWS ആയിട്ടുള്ള ഒരു ഇൻ്റർ കണക്ഷൻ വരുന്നത്. കൂടാതെ AWS നമ്മൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ AWSൻ്റെ റീജിയണും കൊടുക്കണം. സോ ഇത് രണ്ടും തമ്മിൽ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പാർട്ട്ണർഷിപ്പ് പോലെയാണ് ഈ രണ്ട് സർവീസ്. സോ വൺസ് ഇതെല്ലാം ഈ OCIയിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് AWSൽ ലോഗിൻ ചെയ്തിട്ട് AWSൻ്റെ ക്ലൗഡ് കൺസോളിൽ ലോഗിൻ ചെയ്തിട്ട്, അതും ഇതുപോലെ പുതിയതായിട്ട് ഉള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ AWSൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ AWSൻ്റേതായ സ്പെസിഫിക് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് സർവീസസിലും നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആയിരിക്കും ഇത് ഈ ഒരു സർവീസ് ഇൻ്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ AWSൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ സർവീസ് ഏതിനെയൊക്കെ ആക്സസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AWS കൺസോളിലാണ്. AWSൻ്റെ IAM എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്. അതുവഴിയാണ് റോൾസ്, പെർമിഷൻസ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ യൂസേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് യൂസറായിട്ടാണ് AWSൽ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സർവീസും ഡിസ്റ്റിങ്ക്റ്റ് സർവീസാണ്.
ഒരു സർവീസിനും മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് പെർമിഷൻ്റെ ആവശ്യമുണ്ട്, അൺലെസ് അതൊരു സെയിം അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ, റോൾസ്, ഇതിൻ്റെ പെർമിഷൻസ്, ഇതെല്ലാം ഡിഫൈൻ ചെയ്യുക അതെല്ലാം ചെയ്യുന്നത് AWS കോൺസോളിലാണ്. ആ സമയത്ത് അതിനൊപ്പം തന്നെ അവിടെയും AWS കോൺസോളിലും നമ്മുടെ ഒറാക്കിൾ അക്കൗണ്ടിൻ്റെ ID പ്രൊവൈഡ് ചെയ്യണം. സോ അത് വെച്ചിട്ടാണ് മാപ്പിംഗ് നടക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ AWS ഒറാക്കിൾ കോൺസോളിൽ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ AWSൻ്റെ ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങൾ, റോളൊക്കെ കൊടുക്കേണ്ടായി, AWS ID ഒക്കെ കൊടുക്കേണ്ടായി. അതുപോലെ തന്നെ സെയിം തന്നെ അപ്പുറത്തും AWS കോൺസോളിൽ കൊടുക്കുന്ന സമയത്തും ഇത് കൊടുക്കേണ്ടി വരും. സോ ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ കുറേ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. ഡീറ്റെയിൽസ് ആ ബ്ലോഗിൽ പോയാൽ അറിയും. ഒപ്പം തന്നെ ഇത് ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റേഷൻ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ബ്ലോഗിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ബിലോ കൊടുക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒറാക്കിൾ ആപ്ലിക്കേഷൻസും AWS സർവീസസും ആയിട്ടുള്ള നല്ല ഒരു ഇൻ്റഗ്രേഷൻ അവിടെ ഉണ്ടാവും. അതും അൾട്രാ ലോ ലേറ്റൻസി സ്പീഡിലായിരിക്കും. സോ ഒരു തരത്തിലുള്ള ഒരു ലേറ്റൻസിയും അല്ലെങ്കിൽ ഏറ്റവും മിനിമമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എന്നാണെങ്കിൽ പറയാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ ഡേറ്റാബേസിൽ ഉള്ള ഡേറ്റ ഒപ്പം തന്നെ AWSൽ ഏതെങ്കിലും ഒരു സർവീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ AWSൽ ബെഡ്റോക്ക് എന്ന് പറഞ്ഞ ജനറേറ്റീവ് AI സർവീസ് ഉണ്ട്. അത് ഒരു മാനേജ്ഡ് സർവീസാണ്. അത് വെച്ചിട്ട് ജനറേറ്റീവ് AI സർവീസസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് സർവീസസ്, AWSൽ ഉള്ള മറ്റ് സർവീസസ് നിങ്ങൾക്ക് S3 വേറൊരു സർവീസാണ്. S3 സർവീസ് ഒറാക്കിൾ ഡേറ്റാബേസുമായിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ AWSൻ്റെ മോണിറ്ററിങ് സർവീസസാണ് AWS ക്ലൗഡ് വാച്ച് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ സർവീസസിൻ്റെ പെർഫോമൻസ് മെട്രിക്സ് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അലാംസ്, എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസിന് അലാംസ് റേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് AWS കൺസോളിലായിരിക്കും. അത് കൂടാതെ തന്നെ AWSന് 200+ സർവീസസ് ഉണ്ട്. സോ ഇതെല്ലാം തന്നെ ഒറാക്കിളായിട്ട് ഏതെങ്കിലും പോയിന്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഉള്ളൊരു ഇൻട്രഡക്ഷനാണ് ഈ പറഞ്ഞ പോലെ AWSൻ്റെ ഏജൻറ്റ് കോർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രാൻഡ്സ് പോലെയുള്ള ഫ്രെയിം വർക്ക് വെച്ചിട്ട്, സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിം വർക്കാണ്. അതുപോലത്തെ ഫ്രെയിം വർക്ക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ മിനിമൽ കോഡിൽ ജനറേറ്റീവ് AI ഏജൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റീവ് AI എന്ന് പറയുന്നത് കുറച്ച് മുമ്പത്തെ ടേമാണ്. ഇപ്പം ഏജൻറ്റിക് AI എന്നാണ് പറയുന്നത്. സോ ഏജൻറ്റിക് AI ആപ്ലിക്കേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡ്സ് ഫ്രെയിം വർക്ക് വെച്ചിട്ട്. സോ വൺസ് അത് ജനറേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഏജൻറ്റ് കോറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. സോ അതൊരു സ്കെയിലബിൾ സർവീസാണ്. AWS ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു സർവീസ് അതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷന് ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ ഡേറ്റാബേസും ഈ AWSൻ്റെ ജനറേറ്റീവ് AI സർവീസ്, ബെഡ്റോക്ക് എന്ന് പറയുന്നൊരു മാനേജ്ഡ് API സർവീസാണ്. അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എക്സാ ഡേറ്റ ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ ഡേറ്റാബേസ് RDSൽ ക്രിയേറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഈ എക്സാ ഡേറ്റയുടെ സ്പെസിഫിക് വരുന്നത് അൾട്രാ ലോ ലേറ്റൻസി സ്പീഡിൽ കണക്ട് ചെയ്യേണ്ട കസ്റ്റമർ യൂസ് ചെയ്യുന്ന കേസ് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത വരുന്നത്. സോ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഒറാക്കിളുമായിട്ട് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ RDS തന്നെ സൂട്ടബിളാണ്. എക്സാ ഡേറ്റ ലോ ലേറ്റൻസിക്ക് സൂട്ടബിളാണ്. പ്ലസ് AWSലെ ജനറേറ്റീവ് AI സർവീസ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ടുള്ള ഇൻ്റഗ്രേഷൻസ് ഈ രീതിയിൽ പോസിബിളായിട്ട് പറ്റും. സോ അതൊക്കെയാണ് ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. സോ
ഇതിൻ്റെ ഫൈനലി ഓൺസ് ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാം ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് AWS കോൺസോളിൽ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മെട്രിക്സ് ഒക്കെ തന്നെ ഈ ക്ലൗഡ് വാച്ച് മെട്രിക്സിൽ കാണാൻ പറ്റും. എന്നാൽ അതേസമയം ഡേറ്റാബേസ് സ്പെസിഫിക് ആയിട്ടുള്ള ക്രിയേഷനോ കോൺഫിഗറേഷനോ അല്ലെങ്കിൽ ഒറാക്കിളിൻ്റെ ഈ പറഞ്ഞ പോലെ എക്സാഡേറ്റ മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് ഒറാക്കിളിൻ്റെ കൺസോൾ വഴിയായിരിക്കും മെയിൻലി ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. സോ ഒൺസ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു എൻ്റർപ്രൈസിലാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി 2 കോൺസോൾസും യൂസ് ചെയ്യും. ഒറാക്കിൾ കോൺസോളും ഈ പറഞ്ഞ AWS കോൺസോളും യൂസ് ചെയ്യും. അതേസമയം പുതിയൊരു ഡേറ്റാബേസ്, അതായത് എൻ്റർപ്രൈസസിൽ ഡെയിലി ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ ആവശ്യമായ കേസസ് വരാം. സോ അങ്ങനെയുള്ള കേസസിലൊക്കെ അതൊക്കെ ചെയ്യുന്നത് ഒറാക്കിൾ OCI കോൺസോൾ വഴിയായിരിക്കും. അതേസമയം മോണിറ്ററിങ്, ഇതിൻ്റെ ഈ ഓവറോൾ വർക്കിംഗ് എങ്ങനെയാണ്, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് AWS കോൺസോൾ വഴി ആയിരിക്കും ചെയ്യുന്നത്. സോ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറാക്കിൾ OCI കൺസോൾ വെച്ചും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ AWS കൺസോൾ വഴിയായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ആപ്ലിക്കേഷൻസ് ഈ 2 സർവീസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒറാക്കിൾ ഡേറ്റാബേസും ഈ പറഞ്ഞ പോലെ AWS സർവീസസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏത് ലെവലിലുള്ള ഒരു ഇൻ്റഗ്രേഷനാണോ ചെയ്തിരിക്കുന്നത് അതിന് അനുസരിച്ച് ബോത്ത് ഈ ഒറാക്കിൾ OCI കോൺസോളും അതുപോലെ തന്നെ AWS കൺസോളും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ജനറേറ്റീവ് AI സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസ് ആണ്, ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫങ്ഷണാലിറ്റി ഡേ ടു ഡേ ഈ പറഞ്ഞ പോലെ AWS കോൺസോളിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ഹെക്സാഡേറ്റ കോൺഫിഗറേഷനോ അല്ലെങ്കിൽ ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിയേഷനോ ഡിലീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് OCI കോൺസോളിലാണ്. സോ ഇത് ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് രണ്ടിൻ്റെയും ഒരു ഇൻ്റഗ്രേഷൻ ഇവിടെ ഉണ്ട്, ലോ ലേറ്റൻസി ഇൻ്റഗ്രേഷൻ ഇവിടെ ഉണ്ട്. എങ്കിലും അതാത് സർവീസസിൻ്റെ സ്പെസിഫിക് കാര്യങ്ങൾ ചെയ്യുന്നത് അതാത് പോർട്ടലിൽ നിന്നാണ്. സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഒറാക്കിൾ മൾട്ടി ക്ലൗഡിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഇത് AWS സർവീസിൻ്റെ സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ലാസ്റ്റ് സെപ്റ്റംബർ 2024 ഇത് ക്ലൗഡ് വേൾഡിൽ ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഇത് വന്നിരിക്കുന്നത് അഷ്യൂറിലാണ്. റീസെൻ്റ്ലിയാണ് AWSൽ വന്നത്. GCPയിലും ഇതിൻ്റെ ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ആപ്ലിക്കബിളാണ്. ബട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസ് ഡിഫർ ചെയ്യും. അവിടെ അഷ്യൂറിലും GCPയിലും വരാൻ നേരത്തെ സർവീസസ് അതിനനുസരിച്ച് ഡിഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോ നോട്ട്സിൽ കൊടുത്തിരിക്കാം. സോ താങ്ക്സ് എവരി വൺ.